നന്നായിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടോ? നല്ല ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിരുന്ന സിനിമ. നല്ല ഒരു വലിയ വിജയമായിട്ട് 100 കോടി ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. റിയാസ് ഖാന്റെ നല്ലൊരു ക്യാമിയോ റോള്, അതേപോലെ ക്യാമിയോ റോളാണ്. ഭയങ്കര ഇതുവരെ കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. അതെല്ലാരും വന്ന് കണ്ടിരിക്കാൻ പറ്റും. ആക്ഷനും ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഏറ്റവും കൂടുതൽ അർജുന അശോകൻ എങ്ങനെയുണ്ട്? എല്ലാരും നല്ലോണം പോലീസ് വേഷമായിരുന്നില്ല, നല്ല മാസമായിരുന്നോ? കിട്ടിണ്ടായോ? ഏറ്റവും നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം സെക്കൻഡ് ഹാഫ് ടിസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ചിരിച്ചോ? താങ്ക് യു. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള നന്നായിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടോ? കണ്ടു. നല്ല ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിരുന്ന സിനിമ. നല്ല ഒരു വലിയ വിജയമായിട്ട് 100 കോടി ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി തമ്മിലോട് പ്രാർത്ഥിക്കുന്നു. നാദർഷക്കയുടെ ഡയറക്ഷനിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണം. റാഫിക്കയുടെ തിരക്കഥയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണം. അത് ഒരുപാട് അർജുന കൂടെ ആദ്യമായിട്ട് അഭിനയിക്കണം. ഞാൻ നായകൻ മുബിൻ പുതുമുഖമാണെങ്കിലും ഗംഭീരമായിട്ട് നന്നായിട്ട് ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നാദർഷക്കയുടെ ഡയറക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്ന് തമാശ ആയാലും ഇമോഷൻ ആയാലും ട്വിസ്റ്റ് ആയാലും സർപ്രൈസ് ആയാലും എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യണ പടമാണ്. അതെ അതെ, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫും അതിന്റെ ക്ലൈമാക്സും ആണ്. കുടുംബ പ്രേക്ഷകരെ കൂടുതലും തിയേറ്ററിലോട്ട് ഇരിക്കണമെന്ന് തോന്നുന്നു. എല്ലാവരും കണക്ട് ആവും. കാണാൻ പറ്റും. അർജുന അശോകനും റിയാസ് ഖാനും അഡിറ്റ് ചെയ്ത റിയാസ് ഖാൻ കാമിയോ റോളാണോ? ക്യാമിയോ റോളാണ്. ഭയങ്കര ഇതുവരെ കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. അതെല്ലാരും വന്ന് കാണേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് റിയാസ് ഖാൻ ഇങ്ങനെ ഒരു റോളിൽ കാണുന്നത്. മൂവിയാണ്. അത്യാവശ്യം നന്നായിട്ട് നാദർഷക്കാന്റെ മോൻ മൂവി കോമഡി ആ സബ്ജക്റ്റ് ഒന്നല്ല, അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. മുബിന്റെ ഫസ്റ്റ് മൂവിയാണ്. മുബിൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ത്രില്ലിംഗ് ആണ്, കംപ്ലീറ്റ് ത്രില്ലിംഗ് ആണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് റിസൾട്ട് ഓക്കെയാണ്, നന്നായിട്ട് ചെയ്തു. തീർച്ചയായിട്ടും നാദർഷിക്കലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ്, നമ്മുടെ നാദർഷിക്കലിൽ നിന്ന് കണ്ടേക്കുന്ന ഒരു നമ്മളെ കോമഡിയാണ്, അമിത കോമഡിയാണ് നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ കോമഡി ഉണ്ടെങ്കിൽ പോലും ഇതൊരു ബോധവൽക്കരണം യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു തുറന്ന് കാട്ടൽ, അതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്.